ഹായ് ഹലോ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാഡീവ്യവസ്ഥയെ കുറിച്ച് കുറേയധികം വ്യവസ്ഥകൾ പഠിച്ചു. ലാസ്റ്റ് മൈലിൻ ഷീത്തൊക്കെ എന്താണെന്നാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലേ. കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയെ കുറിച്ചൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കി കുറേയധികം ക്വസ്റ്റ്യൻസ് ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഗാംഗ്ലിയോണുകളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് ഗാംഗ്ലിയോണുകൾ? ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശശരീര ഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് ഒരാവരണം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശശരീര ഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇത്തരം ഭാഗങ്ങളെയാണ് ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്. നമ്മൾ SCERT പാഠഭാഗം പുതിയത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ NCERT ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം നാഡീകോശങ്ങളെ ആ നാഡീകോശങ്ങളുടെ കോശശരീര ഭാഗങ്ങളെ ഒരാവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഗോളാകൃതിയിലുള്ള പൊതിഞ്ഞു കാണപ്പെടുന്ന ഈ ആവരണത്തെയാണ്, ഇത്തരം ഭാഗങ്ങളെയാണ് എന്ത് പറയുന്നത്? ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ചോ മൈലിൻ ഷീറ്റൊക്കെ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. മസ്തിഷ്കത്തിലും സുഷിമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന, അതായത് സെൻട്രൽ ന്യൂറോ സിസ്റ്റം നമ്മളൊക്കെ പഠിച്ചിരുന്നു, പെരിഫറൽ ന്യൂറോ സിസ്റ്റം ഒക്കെ പഠിച്ചിരുന്നു. തലച്ചോറിലെ കാര്യത്തില് സെൻട്രൽ ന്യൂറോ സിസ്റ്റവും സുഷിമ്നയൊക്കെ പഠിച്ചിരുന്നു. പെരിഫറല് മസ്തിഷ്കത്തിലും സുഷിമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്ത് വൈറ്റ് മാറ്റർ എന്നും കോശശരീരവും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. എക്സാമിന് ചോദിക്കാം, മസ്തിഷ്കത്തിലും സുഷിമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. മസ്തിഷ്കത്തിലും സുഷിമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. കോശശരീരവും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങളും കാണപ്പെടുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്ന് പറയുന്നു. അപ്പൊ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും അറിഞ്ഞിരിക്കണം. ഒരിക്കൽ കൂടി, മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്നും കോശശരീരവും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങളും കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ഓർത്തിരിക്കണം, പരിണാമപരമായി ഉയർന്ന തലത്തിലുള്ള മനുഷ്യരിൽ ബാഹ്യവും ആന്തരികവുമായ മാറ്റങ്ങൾക്കനുസരിച്ച് ശാരീരിക പ്രതികരണങ്ങളെ രൂപപ്പെടുത്തുകയും അവ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഒരു നാഡീവ്യവസ്ഥാ സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ നാഡീവ്യവസ്ഥാ സംവിധാനം ഒന്ന് അറിഞ്ഞിരിക്കണം. നാഡീവ്യവസ്ഥയിൽ നമ്മൾ പഠിച്ചു, കേന്ദ്ര നാഡീവ്യവസ്ഥയിലുണ്ട്, പെരിഫറൽ നാഡീവ്യവസ്ഥയും. അപ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥയില് മസ്തിഷ്കവും സുഷിമ്നയും ഉൾപ്പെടുന്നുണ്ട്. പെരിഫറൽ നാഡീവ്യവസ്ഥയില് കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷിമ്നാ നാഡികളും ഗ്രാഹികളും നാഡീ ഗാംഗ്ലിയോണുകളൊക്കെ ഉൾപ്പെടുന്നു. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാഡീവ്യവസ്ഥയിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയുണ്ട്, പെരിഫറൽ നാഡീവ്യവസ്ഥയുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ മസ്തിഷ്കവും സുഷിമ്നയും ഉൾപ്പെടുന്നുണ്ട്. പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഈ കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരോനാഡികളും, ജോഡി അറിഞ്ഞിരിക്കണം, ഈ 31 ജോഡി സുഷിമ്നാ നാഡികളും ഗ്രാഹികളും നാഡീ ഗാംഗ്ലിയോണുകളും ഒക്കെയാണ് പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത്. 12 ജോഡി ശിരോനാഡിയും 31 ജോഡി സുഷിമ്നാ നാഡിയും ഗ്രാഹികളും നാഡീ ഗാംഗ്ലിയോണും ഒക്കെ. ഇനി മസ്തിഷ്കവും സുഷിമ്നയും നമുക്ക് അറിഞ്ഞിരിക്കണം. എക്സാമിന് ഇതിൽ നിന്ന് സ്ഥിരം കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് മസ്തിഷ്കവും സുഷിമ്നയും എന്ന് നമുക്കറിയാം, ആണല്ലോ. നാഡീവ്യവസ്ഥയുടെ സംരക്ഷണം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എവിടെ കാണപ്പെടുന്നു, അതേപോലെ മെനിഞ്ചസ് പെടുന്നു എന്ന് നമുക്ക് ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. ഇവയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. മസ്തിഷ്കം, സുഷിമ്ന എന്നിവയെ പൊതിഞ്ഞ് 3 പാളികളോട് കൂടിയ ഒന്നാണ് ഏത്? മെനിഞ്ചസ്.
മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞ 3 പാളികളോട് കൂടിയ ഒന്നാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതില് മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിന്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന സെറിബ്രോസ്പൈനൽ ദ്രവം. ഓർത്തിരിക്കണം, മെനിഞ്ചസ് കാണപ്പെടുന്നത് മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പതിഞ്ഞ് 3 പാളികളോട് കൂടിയ സ്ഥലമാണ് മെനിഞ്ചസ്. അതാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത് ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, മെനിഞ്ചസിന്റെ ഇതിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്കത്തിന്റെ അറകളിലും സുഷുമ്നയുടെ സെൻട്രൽ കനാലിലും നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡാണ്, ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ഈ ദ്രവത്തിന്റെ രൂപീകരണത്തില് നമ്മൾ എപ്പൻഡൈമൽ കോശങ്ങൾ പഠിച്ചില്ലേ? എപ്പൻഡൈമൽ കോശങ്ങൾക്ക് ഈ സെറിബ്രോസ്പൈനൽ ദ്രവം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്ന എപ്പൻഡൈമൽ കോശം. അപ്പോൾ ഈ എപ്പൻഡൈമൽ കോശങ്ങൾക്ക് ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ സെറിബ്രോസ്പൈനൽ ദ്രവം അല്ലെങ്കിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ചില ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ നെർവ് സിസ്റ്റത്തില് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പില്. കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. അതുപോലെ തന്നെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതും സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്കത്തിലെ മർദ്ദം ക്രമീകരിക്കുന്നതും സെറിബ്രോസ്പൈനൽ ദ്രവമാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയില്. അതുപോലെ തന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതും എന്താണ്? സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. അപ്പോൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മങ്ങള് കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു, മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നവയെല്ലാം ആരാണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഇത് നമുക്കറിയാം, മസ്തിഷ്കത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ ഭാഗം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സെറിബ്രം. എക്സാമിന് ചോദിക്കാറുണ്ട് സെറിബ്രത്തെ കുറിച്ച് കുറേയധികം ക്വസ്റ്റ്യൻസ്. പലപ്പോഴായിട്ട് നമ്മുടെ സയൻസിന്റെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ സെറിബലോ ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് കുറവാണല്ലേ. അപ്പോഴ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട്, ഏറ്റവും വലുതും വികസിതവുമായിട്ടുള്ള ഭാഗമാണ്. നമ്മുടെ തലച്ചോറിന്റെ ആകെ ഭാരത്തിന്റെ ഏകദേശം 85% വരുന്നത് സെറിബ്രമാണ്. ഓർത്തിരിക്കണം, തലച്ചോറിന്റെ ആകെ ഭാരത്തിന്റെ ഏകദേശം 85% വരുന്നത് ഏതാണ്? സെറിബ്രമാണ്. നാം ബോധപൂർവം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചിന്തകളും ഒക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് കേട്ടോ. നമ്മൾ ബോധപൂർവം ചെയ്യുന്നതെല്ലാം നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അപ്പോ സെറിബ്രത്തിന്റെ ഘടനയില് ഹെമിസ്ഫിയർ ഘടനയാണ്, സെറിബ്രൽ ഹെമിസ്ഫിയർ ഘടനയാണ് സെറിബ്രത്തിനുള്ളത്. സെറിബ്രത്തെ ഒരു നീളത്തിലുള്ള ആഴമേറിയ ചാല് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇടത് വലത് എന്നിങ്ങനെ രണ്ട് പകുതികളായിട്ട് തരം തിരിക്കുന്നുണ്ട്. ഇടതുഭാഗം ശരീരത്തിന്റെ വലതുവശത്തെയും, ഓർത്തിരിക്കണം, വലതുഭാഗം ശരീരത്തിന്റെ ഇടതുവശത്തെയുമാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ സെറിബ്രമാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ ബോധപൂർവം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അപ്പൊ സെറിബ്രത്തിന് 2 ഭാഗമുണ്ട്, ഇടതുഭാഗവുമുണ്ട്, വലതുഭാഗമുണ്ട്. ഒരു ആഴമേറിയ ചാല്, നീളത്തിലുള്ള ആഴമേറിയ ചാല് ഉപയോഗിച്ചിട്ടാണ് ഇവയെ വേർതിരിക്കുന്നത്. അപ്പോഴ് അതിനകത്ത് അറിഞ്ഞിരിക്കണം, ശരീരത്തിന്റെ വലതുവശത്തെ നിയന്ത്രിക്കുന്ന സെറിബ്രത്തിന്റെ ഇടതുഭാഗവും, ശരീരത്തിന്റെ ഇടതുവശത്തെ നിയന്ത്രിക്കുന്ന സെറിബ്രത്തിന്റെ വലതുഭാഗവുമാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോർപ്പസ് കലോസം. ഇടതും വലതും അർദ്ധഗോളങ്ങളെ
സെറിബ്രത്തിന്റെ ഇടതും വലതുമുള്ള അർദ്ധഗോളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശക്തമായ നാഡീ ബാൻഡാണ് കോർപ്പസ് കലോസം. ഇപ്പൊ നെർവ് ഫൈബർ ആണ് കോർപ്പസ് കലോസം. അപ്പൊ ഈ നാഡീ ബാൻഡിലൂടെയാണ്, ഈ കോർപ്പസ് കലോസത്തിലൂടെയാണ് ഇരുഭാഗങ്ങളിലേക്കും തമ്മിൽ സന്ദേശങ്ങള് സെറിബ്രത്തില് കൈമാറുന്നത്. അപ്പൊ കോർപ്പസ് കലോസം സെറിബ്രത്തിലുള്ളതാണ്. ഇടത് ഭാഗത്തെയും വലത് ഭാഗത്തെയും, ഇടതർദ്ധഗോളത്തെയും വലതർദ്ധഗോളത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ശക്തമായ നെർവ് ഫൈബേഴ്സ് ആണ്, നാഡീ ബാൻഡ് ആണ് കോർപ്പസ് കലോസം എന്ന് പറയുന്നത്. ഈ കോർപ്പസ് കലോസത്തിലൂടെയാണ് രണ്ട് ഭാഗങ്ങളിലേക്കും സന്ദേശങ്ങളൊക്കെ കൈമാറുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ സെറിബ്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗൈറികളും സൾസികളും. കേട്ടിട്ടുണ്ടോ? അതായത് സെറിബ്രത്തിന്റെ പുറം ഭാഗത്ത് ധാരാളം മടക്കുകളുണ്ട്. തലച്ചോറിന്റെ ഘടനയെ കണ്ടിട്ടുണ്ടല്ലോ, മസ്തിഷ്കത്തിന്റെ ഘടന. അപ്പൊ സെറിബ്രത്തിന്റെ പുറം ഭാഗത്ത് ധാരാളം മടക്കുകളുണ്ട്, അതുപോലെ ചാലുകളും ഉണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? തലച്ചോറിന്റെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കാനും കൂടുതൽ നാഡീകോശങ്ങളെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നുണ്ട്. ഇവയാണ് ഗൈറികളും സൾസികളും എന്ന് പറയുന്നത്. അതായത് സെറിബ്രത്തിന്റെ പുറം ഭാഗത്ത് ധാരാളം മടക്കുകൾ, ഈ മടക്കുകളെ ഗൈറികളെന്നും അതുപോലെ തന്നെ ചാലുകളെ സൾസികളെന്നും പറയാം. ഇവയാണ് തലച്ചോറിന്റെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുകയും കൂടുതൽ നാഡീകോശങ്ങളെ ഉൾക്കൊള്ളാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൂടാതെ സെറിബ്രൽ കോർട്ടെക്സ് ഉണ്ട്. സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറിബ്രത്തിന്റെ പുറമേയുള്ള ഗ്രേ മാറ്റർ ഭാഗം, ചാരനിറത്തിലുള്ള ഭാഗമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ സെറിബ്രൽ കോർട്ടെക്സിന്റെ, സെറിബ്രത്തിന്റെ പുറമേയുള്ള ചാരനിറത്തിലുള്ള ഭാഗമാണ് ഗ്രേ മാറ്റർ. ഉൾഭാഗം വെളുത്ത നിറത്തിലും കാണപ്പെടുന്നു. ഇത് വൈറ്റ് മാറ്റർ. ഇതിനെയാണ് സെറിബ്രൽ, രണ്ടിനെയോട് ചേർത്തിട്ടാണ് ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ചേരുന്നതാണ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ചാരനിറം ഗ്രേ മാറ്റർ, വെളുത്ത നിറം വൈറ്റ് മാറ്റർ, ഇവ രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള. ഇനി ഇതുപോലെ തന്നെ സെറിബ്രത്തിൽ 4 ലോബ്സ് ഉണ്ട്. ഓരോ അർദ്ധഗോളമായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഓരോ അർദ്ധഗോളത്തെയും പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കുന്ന 4 ലോബ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ 4 ലോബ്സില് ഫ്രണ്ടൽ ലോബ് ഉണ്ട് സെറിബ്രത്തില്, അതുപോലെ തന്നെ പാരിറ്റൽ ലോബ് ഉണ്ട്, ടെമ്പറൽ ലോബ് ഉണ്ട്, ഓക്സിപിറ്റൽ ലോബ്. എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും. നമ്മൾ സെറിബ്രത്തിന്റെ ധർമ്മമാണെങ്കിൽ പോലും ഇവയുടെ ധർമ്മങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ഫ്രണ്ടൽ ലോബ്, ചിന്ത, ആസൂത്രണം, പ്രശ്നപരിഹാരം, സംസാരം, പേശികളുടെ ചലനം എന്നിവ നിയന്ത്രിക്കുന്നത് സെറിബ്രത്തിലെ ഫ്രണ്ടൽ ലോബാണ്. നമ്മൾ സെറിബ്രം പഠിക്കുമ്പോൾ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും പഠിക്കുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സെറിബ്രമാണ്. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെയൊക്കെ കേന്ദ്രം സെറിബ്രമാണ്. വിവിധ ഇന്ദ്രിയ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത് സെറിബ്രമാണ്. എന്നാൽ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനൊക്കെ എഴുതുമ്പോൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമെന്നും ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല്ല എന്നും അതുപോലെ തന്നെ പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്കുവഹിക്കുന്ന സെറിബ്രമാണെന്നും ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം സെറിബ്രമാണെന്നും വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാക്കുന്ന സെറിബ്രമാണെന്നും നമ്മളൊരു LGS ലെവലിലൊക്കെ എഴുതാം. എന്നാൽ ഡിഗ്രി ലെവലിലാകുമ്പോൾ ഇത്രയും പഠിച്ചാൽ പോരാ. 2 അർദ്ധഗോളമായിട്ട് നമ്മൾ സെറിബ്രത്തെ പാർട്ടീഷൻ ചെയ്യുന്നു എന്ന് പഠിച്ചു. അതിൽ 4 ലോബുകളുണ്ട്. ഫ്രണ്ടൽ ലോബ്, പാരിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്. സെറിബ്രത്തിന്റെ ഏത് ഭാഗമാണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ, സന്ദേശങ്ങൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതാൻ പറ്റണം? സെറിബ്രത്തിന്റെ ഭാഗമാണ്, പക്ഷെ അത് ഓക്സിപിറ്റൽ ലോബാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഫ്രണ്ടൽ ലോബ്, ചിന്ത, നമ്മൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറില്ലേ. അതേപോലെ നമ്മൾ ഡിസിഷൻ എടുത്ത പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താറുണ്ട്. പ്രശ്നപരിഹാരം എന്ന് നമ്മൾ പറയും. പ്രശ്നപരിഹാരം എന്ന് പറയും നമ്മളല്ലേ.
അതുപോലെ തന്നെ നമ്മുടെ സംസാരം. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ പേശികളുടെ ചലനം, നമ്മൾ കൈ കാലുകൾ ചലിപ്പിക്കുന്നു, അവയുടെ പേശികളൊക്കെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ. ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രത്തിലെ ഫ്രണ്ടൽ ലോബാണ്. അപ്പൊ സെറിബ്രത്തിലെ ഫ്രണ്ടൽ ലോബിന്റെ ധർമ്മം എന്തൊക്കെയാണ്? ചിന്ത, ആസൂത്രണം, പ്രശ്നപരിഹാരം, സംസാരം, പേശികളുടെ ചലനം എന്നിവ നിയന്ത്രിക്കുന്നത് ഫ്രണ്ടൽ ലോബാണ്. ഓക്കെ അല്ലേ? എന്നാൽ പാരിറ്റൽ ലോബോ? നമുക്ക് ബാഹ്യങ്ങളിൽ നിന്ന്, ഇതിപ്പോ നമ്മൾ ആന്തരികമായിട്ട് നടക്കുന്നത്, പാരിറ്റൽ അതിൽ തന്നെയുണ്ട്. നമുക്ക് ഇന്ദ്രിയാനുഭവങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സെറിബ്രമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ചർമ്മം, ആ ചർമ്മത്തില് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്പർശനം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ ചൂട്, തണുപ്പ്, വേദന, ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചറിയുന്നുണ്ട്. ഇതൊക്കെ ഇന്ദ്രിയാനുഭവങ്ങളാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിന്റെ ഭാഗമാണ് പാരിറ്റൽ ലോബ്. ഓക്കെ അല്ലേ? ഇപ്പൊ ഫ്രണ്ടൽ ലോബ് ചിന്ത, ആസൂത്രണം, പ്രശ്നപരിഹാരം, സംസാരം, പേശികളുടെ ചലനം. പാരിറ്റൽ ലോബിലേക്ക് വരുമ്പോൾ ഇന്ദ്രിയാനുഭവങ്ങളെ തിരിച്ചറിയുന്ന സെറിബ്രത്തിന്റെ ഭാഗമാണ് പാരിറ്റൽ ലോബ്. സ്പർശനവും ചൂട്, തണുപ്പ്, വേദനയൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന, ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന നമ്മൾ തിരിച്ചറിയുന്നത് ഈ പാരിറ്റൽ ലോബ് വഴിയാണ്. ഇനി ടെമ്പറൽ ലോബ് ഉണ്ട്. ടെമ്പറൽ ലോബ് നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ, ഇപ്പം പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ ഓർത്തെടുക്കാൻ സഹായിക്കുന്നത് സെറിബ്രത്തിലെ ഭാഗമായ ടെമ്പറൽ ലോബാണ്. അതേപോലെ നമ്മുടെ കേൾവി ശക്തി, അതേപോലെ നമുക്ക് ഭാഷ, ഇപ്പം മലയാളം അല്ലെ ഇംഗ്ലീഷ്, ഹിന്ദി, ഇവയൊക്കെ ഗ്രഹിക്കാനുള്ള കഴിവ് നൽകുന്നത് ഈ ടെമ്പറൽ ലോബാണ് സെറിബ്രത്തിന്റെ. ഓക്കെ അല്ലേ? അപ്പം കേൾവി, ഓർമ്മശക്തി, ഭാഷ എന്നിവ ഗ്രഹിക്കാനുള്ള കഴിവ് നൽകുന്നത് എന്താണ്? ടെമ്പറൽ ലോബാണ്. ഇനി അടുത്തത് ഓക്സിപിറ്റൽ ലോബ് ഉണ്ട്. കാഴ്ചയുമായി അത് ഓർത്തിരുന്നാൽ മതി. കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിക്കുന്ന, വിശകലനം ചെയ്യുന്നതാണ് സെറിബ്രത്തിന്റെ ഭാഗമാണ് ഏത്? ഓക്സിപിറ്റൽ ലോബ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഇവിടെ രണ്ട് പാർട്ടായിട്ട് ഓരോ അർത്ഥഗോളമായിട്ട് സെറിബ്രത്തെ വിഭജിച്ചു. അതിന്റെ ഫ്രണ്ടൽ ലോബിന്റെയും പാരിറ്റൽ ലോബിന്റെയും ടെമ്പറൽ ലോബിന്റെയും ഓക്സിപിറ്റൽ ലോബിന്റെയും ഒക്കെ ധർമ്മങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി സെറിബ്രത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഉയർന്ന മാനസിക പ്രക്രിയകൾ, അതായത് നമ്മുടെ ബുദ്ധിശക്തി, ഭാവന, യുക്തിചിന്ത, പഠനം, സ്വഭാവം എന്നിവയുടെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗമായിട്ടുള്ള കോർട്ടെക്സും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗമുള്ള മെഡിലയൊക്കെ ഉൾപ്പെടുന്ന സെറിബ്രമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഉയർന്ന മാനസിക പ്രക്രിയകൾ, ബുദ്ധിശക്തി, ഭാവന, യുക്തിചിന്ത, പഠനം, സ്വഭാവം എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങളുടെ ഏകോപനം നൽകുന്നത് സെറിബ്രമാണ്. അതിന്റെ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പാരിറ്റൽ ലോബാണ്. കണ്ണുകൾ, ചെവികൾ, മൂക്ക്, നാക്ക്, ചർമ്മം എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ സ്വീകരിച്ച് വിശകലനം ചെയ്യുന്നത് സെറിബ്രമാണ്. വോളണ്ടറി മൂവ്മെന്റ്സ്, സ്വമേധയാ ഉള്ള ചലനങ്ങൾ, നാം വിചാരിച്ച് ചെയ്യുന്ന കൈയുടെയും കൈകാലുകളുടെയും അല്ലെ പേശി പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കാരണം സെറിബ്രത്തെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെറിബെല്ലത്തെ കുറിച്ചും രണ്ടാമത്തെ ഭാഗമായ സെറിബെല്ലത്തെ കുറിച്ചും മെഡില്ല ഒബ്ലാങ്കേറ്റെ കുറിച്ചും ഹൈപ്പോതലാമസിനെ കുറിച്ചും പോൺസിനെ കുറിച്ചും ഒക്കെ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ പഠിച്ച് കൺഫ്യൂഷൻ ആക്കുന്നതിന് പറയും കുറച്ച് കാര്യങ്ങൾ ഒരു ഭാഗത്തെ ബന്ധപ്പെടുത്തി പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ബൈഹാർട്ടാക്കാൻ കഴിയും. മനസ്സിലാക്കി പോകുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ഭാഗമുണ്ടാവും. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.